ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 31 മാർച്ച് 2026, ഈ മാസത്തിലെ 31-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 90-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 45-ാമത്തെ ദിവസം ആണ്. ഇന്ന് 461-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം: എങ്ങനെയാണ് വേദപുസ്തകം വായിക്കേണ്ടത്? എങ്ങനെയാണ് വേദപുസ്തകം വായിക്കേണ്ടത്? നാം ഓരോരുത്തരും ഇന്നത്തെ കാലത്ത് വേദപുസ്തകം വായിക്കുക എന്നുള്ളത് ഒരുപാട് ദൂരെ, അനേകം ആൾക്കാർക്ക് അതിന് സമയമില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ സമയം കളയുവാൻ അവർക്ക് ഒരുപാടുണ്ട്. അതായത് വാല്യൂ ഉള്ള കാര്യങ്ങൾ ചെയ്യാനല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് താല്പര്യം. ഈ ലോക സുഖത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ബാക്കിയുള്ള സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അങ്ങനെ ഉള്ള ഈ അവസരത്തിൽ എങ്ങനെയാണ് വേദപുസ്തകം വായിക്കേണ്ടത്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ ഈ വിഷയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകമാണ്. ക്രിസ്തീയ സഭയിലെ എല്ലാ വിഭാഗങ്ങളും വേദപുസ്തകത്തിന് വലിയ പ്രാധാന്യവും സ്ഥാനവും നൽകുന്നുണ്ട്. മലയാള വേദപുസ്തകത്തിന് സത്യവേദ പുസ്തകം എന്നാണ് പറയുന്നത്. അതിൽ അടങ്ങിയിരിക്കുന്നതെല്ലാം സത്യമെന്ന് നാം വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഹോളി ബൈബിൾ എന്ന് പറയുന്നു. ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്കുണ്ടായത്. അതിൻ്റെ അർത്ഥം പുസ്തകങ്ങൾ എന്നാണ്. ദൈവത്തിൻ്റെ പ്രത്യേക വെളിപാടിൻ്റെ രേഖ കൂടിയാണ് വേദപുസ്തകമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. സർവശക്തനായ ദൈവം മനുഷ്യന് നൽകിയ അമൂല്യ സമ്മാനമാണ് സത്യവേദ പുസ്തകം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഗ്രന്ഥം ഇത് തന്നെയാണ്. മാർട്ടിൻ ലൂതർ തിരുവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്: മൃഗത്തിന് പുൽത്തകിടി പോലെയും മനുഷ്യന് വീട് പോലെയും, പക്ഷികൾക്ക് കൂട് പോലെയും മത്സ്യത്തിന് നദി പോലെയുമാണ് വിശ്വാസികൾക്ക് തിരുവചനങ്ങൾ. ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35 പ്രകാരം പറയുന്നു: ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവ ക്ഷണികങ്ങളാണ്. ചില പുസ്തകങ്ങൾ പ്രശസ്തി നേടിയേക്കാം, എന്നാൽ കാലക്രമത്തിൽ മിക്കതും വിസ്മൃതിയിലാകുകയും ചെയ്യുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. കുടുംബ പ്രാർത്ഥനയിൽ വേദപുസ്തകം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കണം. പഴയ നിയമം, പുതിയ നിയമം, സങ്കീർത്തനം എന്നിവയിൽ നിന്ന് ഓരോ അധ്യായം എങ്കിലും തുടർച്ചയായി വായിക്കുന്നത് ഉത്തമമാണ്. ഉള്ളടക്കം വ്യാഖ്യാനിച്ച് ധ്യാനിക്കാനും സമയം കണ്ടെത്തണം. കുരിശ് വരച്ച് ഭക്തിയോടും അനുതാപത്തോടും കൂടി വേണം വായിക്കുവാൻ. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ: നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ജോലി തിരക്കിനിടയിൽ വേദപുസ്തകം വായിക്കാൻ സമയം കിട്ടാറില്ല എന്നത് ആവശ്യബോധം മനസ്സിലാക്കാഞ്ഞിട്ട് ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. വേണമെങ്കിൽ ചക്കവേരയിലും കായ്ക്കുമെന്ന് പറഞ്ഞതുപോലെ മനസ്സ് തയ്യാറാണെങ്കിൽ അതിന് സമയവും ലഭിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം: വേദപുസ്തകം നമുക്ക് പഠിക്കുവാനുള്ള ഒരു അമൂല്യ ഗ്രന്ഥം കൂടിയാണ്. മൊബൈലും TV-യിലുമൊക്കെ അവിരമിക്കാൻ വേണ്ടത്ര സമയം കണ്ടെത്തുന്നവരാണ് വേദപുസ്തക പാരായണത്തിന് സമയമില്ല എന്ന് പരിഭവപ്പെടുന്നതെന്നും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വേദപുസ്തകത്തിലെ ഗ്രന്ഥങ്ങൾ മനുഷ്യരാൽ എഴുതപ്പെട്ടവയാണ്. എന്നാൽ പരിശുദ്ധാത്മാവാണ് എഴുത്തുകാരെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നത്. തിമോത്തിയോസിന് പൗലോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ: എല്ലാ തിരുവെഴുത്തും ദൈവശാസനീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ശുദ്ധീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. നമ്മുടെ വിശ്വാസത്തിലും അനുഷ്ഠാനങ്ങൾക്കും പ്രധാന സ്രോതസ്സായി വിശുദ്ധ ഗ്രന്ഥം നിലകൊള്ളുന്നു. വിശുദ്ധ പത്രോസ് ശ്ലീഹ തൻ്റെ ലേഖനം 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത്: പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട്
സംസാരിച്ചതത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റുകാർ അംഗീകരിച്ചിട്ടുള്ള ബൈബിളിൽ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റു ചില സഭകൾ അംഗീകരിച്ചിട്ടുള്ള ബൈബിളിൽ പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങൾ ഉണ്ട് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞ ലോകത്തിൽ മാറാത്ത സത്യമായി ബൈബിൾ നിലകൊള്ളുന്നു. വേദപുസ്തകത്തിൽ ശാസ്ത്രവും ചരിത്രവും എല്ലാം ഉണ്ട്. ലിയോ ടോൾസ്റ്റോയ് ഒരിക്കൽ പറഞ്ഞത്, ഇന്നത്തെ സമൂഹത്തിൽ സത്യവേദ പുസ്തകം ഇല്ലാത്ത ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം സാധ്യമല്ല എന്നാണ്. ഒരു അന്വേഷണ മനസ്സോടെ വേദപുസ്തകം വായിക്കണം. വായിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധയോടെ ധ്യാനിച്ച് ചിന്തിക്കുകയും വേണം. തിരുവചനം ഉള്ളതുപോലെ തങ്ങളെ തന്നെ കാണുന്നതിനുള്ള കണ്ണാടിയും ശുദ്ധീകരിക്കുന്ന ജലവും പോഷണം നൽകുന്ന പാലും മധുരിപ്പിക്കുന്ന തേനും ജീവിത പോരാട്ടത്തിന് ഉപകരിക്കുന്ന വാളും ആയിരിക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന പുസ്തകം കൂടിയാണ് വേദപുസ്തകം. പ്രായോഗിക ജീവിതത്തിൽ എന്ത് വിശ്വസിക്കണം, എങ്ങനെ പെരുമാറണം എന്തെല്ലാം വേദപുസ്തകം മാർഗനിർദ്ദേശം നൽകുന്നു. രക്ഷയ്ക്കുള്ള അടിസ്ഥാന മാർഗങ്ങളെല്ലാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപത്തെക്കുറിച്ച് അതിൽ നിന്നും വിമുക്തമാകേണ്ടതിന് ആവശ്യകതയും തിരുവചനം ഉപദേശിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ പരമയാഗത്തെക്കുറിച്ചും ആ യാഗത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നീതീകരണം പ്രാപിക്കുന്നതിനെക്കുറിച്ചും തിരുവചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. തിരുവചനം ദൈവഭക്തി നമ്മിൽ നിറയ്ക്കുന്നു. സദൃശവാക്യം 1:7 ജ്ഞാനിയായ ശലോമോൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ആവർത്തന പുസ്തകം 6:7 പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. സ്വർഗീയ മുത്തുകൾ തിരുവചന സാഗരത്തിൽ മറഞ്ഞു കിടക്കുന്നു. പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ ശില്പി. ലോകവും കാലവും അഴിഞ്ഞാലും അനശ്വരമായി നിൽക്കുന്ന ഒന്നാണ് വേദപുസ്തക വചനങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനം 1:25 കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ്. അതിനാൽ ക്രിസ്തീയ ജീവിതത്തിൽ തിരുവചന ധ്യാനം അനുപേക്ഷണീയമാണ്. ദൈവഗതം തിരിച്ചറിയുവാനും ആത്മീയ വളർച്ചയ്ക്കും വേദപുസ്തകം പാരായണം അനിവാര്യമാണ്. വേദപുസ്തകത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഒരാത്മമിത്രത്തിന്റെ സാമീപ്യം പോലും സാന്ത്വനമറലും നമ്മെ കരയിപ്പിക്കും, ആശ്വസിപ്പിക്കും, ഉപദേശിക്കും. എല്ലാറ്റിനുമുപരി സർവശക്തന്റെ കരങ്ങളിലാണ് നാം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. ആ തിരിച്ചറിവ് വേദപാരായണത്തിലൂടെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വലിയ നോമ്പിൻ്റെ ഈ 45-ാമത്തെ ദിവസമെങ്കിലും നാം വേദപുസ്തകം വായിക്കുന്നതിനുള്ള പ്രയോജനം എന്താണെന്നും അതെങ്ങനെയാണ് വായിക്കുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ഭയഭക്തിയോടുകൂടി കുരിശു വരച്ചുകൊണ്ട് വളരെ വിനയത്തോടുകൂടി നാം അതിനെ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് ഗ്രഹിക്കുമ്പോഴാണ് ബൈബിളിൻ്റെ യഥാർത്ഥ മൂല്യം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത്. അതിനു വേണ്ടിയിട്ട് ഈ വലിയ നോമ്പ് നമുക്ക് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.